أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولم ير الذين كفروا أن السماوات والأرض كانتا رتقا ففتقناهما وجعلنا من الماء كل شيء حي أفلا يؤمنون سبحان الله. മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ശാസ്ത്ര സത്യങ്ങൾ വളരെ ചെറിയൊരു ആയത്തില് വളരെ ആഴത്തില് പറഞ്ഞു വെക്കുകയാണ് സൂറത്തുൽ അംബിയായിലെ 30-ാമത്തെ ആയത്ത്. ഇത് ഇങ്ങനൊരു ആശയം, അതായത് അവലം യറല്ലദീന കഫറു, ഇതിന്റെ അഭിസംബോധന തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഖുർആനിൽ നമ്മൾ യാ അയ്യുഹന്നാസ് എന്നുള്ള അഭിസംബോധന കേൾക്കാറുണ്ട്. വിശ്വസിച്ചവരെയും വിശ്വസിക്കാത്തവരെയും ഒക്കെ പൊതുവായിട്ട് അഭിസംബോധന ചെയ്യുന്ന യാ അയ്യുഹന്നാസ്. ഇനി വിശ്വസിച്ചവരെ മാത്രം അഭിസംബോധന ചെയ്യുന്ന യാ അയ്യുഹൽ മുഅ്മിനൂൻ. പക്ഷെ ഇവിടെ നോക്കിക്കോ, ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത് അവലം യറല്ലദീന കഫറു. അവലം യറല്ലദീന, അവർ കാണുന്നില്ലേ? അവിശ്വസിച്ചവർ, വിശ്വാസികളല്ലാത്തവർ കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിസംബോധന ഇവിടെ വന്നിട്ടുള്ളത്? വിശ്വസിച്ച എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനും ഖുർആനിൽ വിശ്വസിക്കാനും നബിമാരിൽ വിശ്വസിക്കാനും ഒരു ബിഗ് ബാങ് തിയറിയുടെ ഒന്നും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. റസൂലുള്ളാഹിന്റെ നാവിൽ നിന്ന് കേട്ടോ ഖുർആനിൽ നിന്ന് കേട്ടോ സമീഅന വഅതഅന നമ്മളത് വിശ്വസിക്കും. നമുക്കതിന്റെ യാതൊരു പ്രൂഫും ആവശ്യമില്ല. ഇവിടെ പ്രൂഫ് കൊടുത്തിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കാണ്. അവലം യറല്ലദീന കഫറു, ഈ അവിശ്വാസികളെ, അന്നസ്സമാവാതി വല്ലർദ, ആകാശവും ഭൂമിയും, ആകാശങ്ങളിലുള്ള എല്ലാ ഗോളങ്ങളും ഭൂമിയും, കാനത്താ റതഖൻ, കാനത്താ അതായിരുന്നു, റതഖൻ ഒട്ടിച്ചേർന്ന ഒരൊറ്റ ഗോളമായിരുന്നു. ഫഫതഖനാഹുമാ, അതിനെ നമ്മൾ വേർപെടുത്തി, അതിനെ നാം വേർപെടുത്തി, അത് പൊട്ടിത്തെറിച്ചു. എന്നിട്ട് അതിലും വലിയൊരു സത്യം പിന്നീട് പറയാണ്, വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ്, എല്ലാ ജീവനുള്ള ജീവജാലങ്ങളെയും വെള്ളത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചു. അഫലാ യുഅ്മിനൂൻ, അവിശ്വാസികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഇത് ചോദിച്ചത് 1416 വർഷം മുമ്പാണ്. ഇനി ഇങ്ങനെയൊരു ഇതിൽ ഫഫതഖനാഹുമാ എന്നുള്ളതാണ് ബിഗ് ബാങ് തിയറി. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന്റെ ഏറ്റവും കൂടുതൽ 100% അംഗീകരിക്കപ്പെട്ട തിയറിയാണ് ബിഗ് ബാങ് തിയറി. അതാണ് ഫഫതഖനാഹുമാ, നാം അതിനെ വേർപെടുത്തി എന്നുള്ളത്. ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ച് തന്നെ ജോർജ് ലെമിറ്റർ എന്ന പേരുള്ള ഒരു ബെൽജിയം സയന്റിസ്റ്റാണ് 1929 ഇതൊക്കെ നടന്നിട്ടുള്ളത് ഒരു 70-90 വർഷത്തിനിടയിലാണ്. ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് തന്നെ 1929-ലാണ്. അതിന്റെ ഫസ്റ്റ് പ്രൂഫ് കണ്ടെത്തിയത് എഡ്വിൻ ഹബിൾ ബാർ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് 1990-ലാണ്. ഈ അടുത്ത് ഹബിൾ ബാർ ടെലിസ്കോപ്പ് എന്നുള്ളത് ശൂന്യാകാശത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാറ്റലൈറ്റ് ടെലിസ്കോപ്പാണ്. ഇതിന് വ്യക്തമായ പ്രൂഫ് കണ്ടെത്തി. ഹബിൾ ബാർ ടെലിസ്കോപ്പില് ബിഗ് ബാങ് തിയറിക്കുള്ള വ്യക്തമായ പ്രൂഫ് കണ്ടെത്തിയത് റെഡ് ഷിഫ്റ്റ് എന്നൊരു ഫിനോമിനയാണ്. റെഡ് ഷിഫ്റ്റ് എന്നുള്ളൊരു പ്രതിഭാസമാണ്. അത് ചുരുക്കിയിട്ട് നിങ്ങൾക്കറിയാവുന്ന ഒരു രീതിയിൽ ഞാൻ ആ ശാസ്ത്ര സത്യം ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഡോപ്ലർ ഇഫക്റ്റ് എന്നൊരു പ്രതിഭാസം +2 തലത്തിലൊക്കെ സയൻസ് പഠിച്ച കുട്ടികൾക്കറിയാം. നമുക്കും നേരിട്ട് പരിചയമുള്ള, നമ്മളും അനുഭവിച്ചിട്ടുള്ള ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ എളുപ്പമാവും. ഇവിടെ ബിഗ് ബാങ് തിയറിക്ക് പ്രൂഫായിട്ട് ഹബിൾ ബാർ ടെലിസ്കോപ്പ് എടുത്ത ഫോട്ടോഗ്രാഫിയിൽ മനസ്സിലായതാണ് റെഡ് ഷിഫ്റ്റ്. റെഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം അത് നമ്മൾ കാണുന്നത് വെളുത്ത നിറത്തിലാണ്. ശരിക്കും അത് വെളുപ്പല്ല, വെളുപ്പ് എന്ന പേരുള്ള ഒരു കളറില്ല. അത് 7 കളറുകൾ ഒരുമിച്ച് വന്നിട്ട് നമ്മുടെ കണ്ണിൽ ഒരുമിച്ച് എത്തുമ്പോഴാണ് വൈറ്റ് എന്ന കളർ ഉണ്ടാകുന്നത്. അല്ലാതെ വൈറ്റ് എന്ന് സെപ്പറേറ്റ് ഒരു കളറില്ല. ആ സൂര്യപ്രകാശം വേർപെടുത്തിയാലാണ് അതിന്റെ സ്പെക്ട്രം കിട്ടുക. ആ സ്പെക്ട്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മഴവില്ല്. വയലറ്റ്, ഇൻഡിഗോ മുതൽ റെഡ് വരെയുള്ള ആ മഴവില്ലുന്നത് സൂര്യപ്രകാശത്തിൽ വിവിധ വർണ്ണങ്ങളെ വേർപെടുത്തി കാണുന്നതാണ്. ഇതേപോലെ ഓരോ നക്ഷത്രത്തിലും
വരുന്ന പ്രകാശത്തെ നമ്മളൊരു സ്പെക്ട്രം എടുത്ത് നോക്കിയാൽ അതിലേതൊക്കെ കളറാണ് ഉണ്ടായിരിക്കുക എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. കാരണം നക്ഷത്രങ്ങൾ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷനും അതിൽ നിന്നുണ്ടാകുന്ന വെളിച്ചത്തിന്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. എന്നിട്ടും എന്താണ് റെഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശങ്ങളുടെ സ്പെക്ട്രം എടുത്തു നോക്കിയപ്പോൾ എവിടെയൊക്കെ ചുവപ്പ് കാണാൻ നമ്മൾ, അതായത് ചുവപ്പ് കാണേണ്ട സ്ഥലത്ത് സയൻസിന്റെ തിയറി പ്രകാരം നീല കാണേണ്ട സ്ഥലത്തൊക്കെ ചുവപ്പ് കാണുക, ബ്ലൂ ലൈറ്റാണ് നമ്മൾ കാണേണ്ടത് അതിന്റെ സ്പെക്ട്രത്തിൽ. ആ ബ്ലൂ ഒക്കെ എന്തായിട്ടുണ്ട്, ചുവപ്പായി മാറിയിട്ടുണ്ട്. ഇതിന് കാരണം ഡോപ്ലർ എഫക്റ്റ് എന്നുള്ള ഒരു പ്രതിഭാസമാണ്. ചുരുക്കി ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ നാട്ടില്, നമ്മുടെ മുമ്പില് ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ബോംബുകളും മിസൈലുകളും പൊട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒരു പടക്കം അല്ലെങ്കിൽ ഒരു ബോംബ് നമ്മുടെ ഇവിടെ നിന്ന് പൊട്ടുകയാണെന്ന് വിചാരിക്കാം. അതിന്റെ കഷ്ണങ്ങള് ആ പൊട്ടുന്ന ബോംബിന്റെ സെന്ററിന് പല ഭാഗങ്ങളിലേക്കായിട്ട് ചിതറിക്കിടക്കും. അങ്ങനെ ചിതറിക്കിടക്കാനുള്ള കാരണം ഇവിടെ വായുമണ്ഡലം ഉള്ളതുകൊണ്ടാണ്, എയർ ഉള്ളതുകൊണ്ടാണ്. എയറിന്റെ ഫ്രിക്ഷൻ കാരണമാണ് പല ഭാഗത്തേക്ക് ചിതറിപ്പോകുന്നത്. ഈ പടക്കമാനും ശൂന്യതയിൽ വായുവൊന്നും ഇല്ലാത്ത, ഗ്രാവിറ്റി ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് പൊട്ടിയിരുന്നെങ്കിൽ അതിന്റെ കഷ്ണങ്ങൾ ലോകാവസാനം വരെ ഇങ്ങനെ അകന്നകന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഇതേപോലെയാണ് ലോകം ഖുർആനിൽ പറഞ്ഞ പോലെ ലോകം മുഴുവനും, ഈ പ്രപഞ്ചം മുഴുവനും ഒരൊറ്റ ഗോളമായിരുന്നു, വളരെ ചെറിയ ഒരൊറ്റൊരു ഗോളമായിരുന്നു. അത് വികസിച്ച് പൊട്ടിത്തെറിച്ചാണ് നക്ഷത്രങ്ങളും ഗാലക്സികളും ഭൂമിയും മറ്റെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതിനുള്ള പ്രൂഫ് ലോകം എന്നും വികസിച്ചു കൊണ്ടേയിരിക്കുന്നു. ബിഗ് ബാങ് തിയറിയുടെ കോൺസെപ്റ്റ് തന്നെ അതാണ്, ലോകം എന്നും വികസിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിനുള്ള പ്രൂഫാണ് ഹബിൾ ബാർ ടെലിസ്കോപ്പിന്റെ റെഡ് ഷിഫ്റ്റ് എന്ന പ്രതിഭാസം കാണിച്ചത്. ഇപ്പൊ എന്തുകൊണ്ടാണ് റെഡ് ഷിഫ്റ്റ് വരുന്നതെന്ന് ഞാൻ ചുരുക്കി പറയാം. ഈ ഡോപ്ലർ ഇഫക്റ്റ് വെച്ചിട്ട് ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ എന്റെ മുമ്പിൽ ഒരു നീല ലൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ നീല ലൈറ്റ് അതിസ്പീഡില്, അതിഭയങ്കരമായ സ്പീഡില് എന്നിൽ നിന്ന് അകന്നു പോവാണെങ്കിൽ ഞാൻ അതിനെ ചുവപ്പ് നിറത്തിലാണ് കാണുക. ഇതാണ് ഡോപ്ലർ ഇഫക്റ്റ്. ഇനി എന്റെ മുമ്പിൽ ഒരു ചുവന്ന ലൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അത് അതിഭയങ്കരമായ സ്പീഡിൽ എന്നോട് അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ അതിനെ നീല നിറത്തിലാണ് കാണുക. രണ്ട് കാര്യങ്ങളാണ്. ഒരു ചുവന്ന ലൈറ്റ് എന്നെക്കൊള്ള അതിസ്പീഡിൽ എന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ അതിന് നീല കളറിലാണ് കാണുക. അത് അകന്നു പോവാണെങ്കിൽ, തിരിച്ച് ഒരു നീല ലൈറ്റ് എന്നിൽ നിന്ന് അകന്നു പോവാണെങ്കിൽ അത് ചുവന്ന കളറിലാണ് കാണുക. ഈ പ്രതിഭാസം ഉപയോഗിച്ചിട്ടാണ്, ഇത് നമ്മളൊക്കെ അറിയാവുന്ന കാര്യം, ഈ പ്രതിഭാസം ഉപയോഗിച്ചിട്ടാണ് നമ്മളെ റഡാർ ഉപയോഗിച്ചിട്ട് ഗൾഫിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് അറിയാം, നമ്മുടെ വണ്ടിയുടെ സ്പീഡ് അളക്കുന്നത്. നമ്മുടെ വണ്ടിയിലേക്ക് ഒരു റേഡിയേഷൻ വിട്ടുകൊണ്ട് തിരിച്ചു വരുന്ന ഇതിന്റെ ഫ്രീക്വൻസിയിലുള്ള ഈ വ്യത്യാസം വെച്ചിട്ടാണ് നമ്മുടെ ഓവർ സ്പീഡ് ആകുമ്പം ക്യാമറ അടിക്കുന്നതും നമുക്ക് ഫൈൻ വരുന്നതും ഒക്കെ ഈ ഒരു ഡോപ്ലർ എഫക്റ്റിന്റെ ആപ്ലിക്കേഷനാണ്. അപ്പം ഹബിൾ ബാർ ടെലിസ്കോപ്പിൽ കാണാൻ പറ്റിയത്, എവിടെയൊക്കെ നീല ലൈറ്റ് വേണോ അവിടെയൊക്കെ നീല മാറി ചുവപ്പായിരിക്കുന്നു. അതിന്റെ അർത്ഥം പ്രപഞ്ചത്തിലുള്ള ഓരോ നക്ഷത്രവും ഒരു പ്രത്യേക ബിന്ദുവിൽ നിന്നും അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം ഈ പ്രപഞ്ചം തുടക്കത്തിൽ ഒരൊറ്റ ബിന്ദു, ഒരു പോയിന്റിലായിരുന്നുള്ളത്, അത് പൊട്ടിത്തെറിച്ചാണ് ഇന്നത്തെ അവസ്ഥയിലെത്തിയെന്നുള്ളതാണ്. ഈ ഒരു പ്രൂഫ്, ബിഗ് ബാങ് തിയറിയുടെ പ്രൂഫ് ലഭിച്ചത് 1990-ലാണ്. അതിന്റെ അവസാനത്തെ കൺഫർമേഷൻ വന്നത് കോബ് എന്ന സാറ്റലൈറ്റ്, കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് എക്സ്പ്ലോറർ എന്ന പേരുള്ള മറ്റൊരു സാറ്റലൈറ്റ്, നാസയുടെ തന്നെ സാറ്റലൈറ്റ് ആണ്. അത് ഈ പൊട്ടിത്തെറിയുടെ കാലത്തുണ്ടായ മൈക്രോവേവ്സിനെ കൃത്യമായിട്ട് കണ്ടെത്തുകയും തിരിച്ചറിയുകയും അവസാനമായിട്ട് സ്റ്റീഫൻ ഹോക്കിൻസിനെ പോലെയുള്ളവര് അവരുടെ ജേർണലിൽ പറയുന്നത്, വിത്തൗട്ട് നോ ഡൗട്ട്, ഒരു സംശയവുമില്ല, ഭൂമിയും മറ്റു ഗ്രഹങ്ങളും ഈ പ്രപഞ്ചം ഉണ്ടായത് ഈ ബിഗ് ബാങ് തിയറിയിലൂടെയാണ് എന്ന് പൂർണ്ണമായിട്ട് സമ്മതിച്ചിരിക്കുകയാണ്. ഖുർആൻ ഇത് പറഞ്ഞത് 1416 വർഷം മുമ്പാണ്. അത് വ്യക്തമായ 2 തെളിവുകളോടുകൂടി സയൻസ് ഇന്ന് അംഗീകരിച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്.